ലോകം കണ്ട ഏറ്റവും വലിയ സ്പിരിച്വൽ ഗ്യാതറിങ്ങിൽ ഒന്നാണ് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് പ്രയാഗ്രാജ് നടന്നത്, മഹാകുംഭമേള. കോടിക്കണക്കിന് ആൾക്കാരാണ് പുണ്യനദിയായ ഗംഗയിൽ വന്ന് മുങ്ങി പാപം തോർത്തി പുണ്യം നേടിപ്പോയത്. ഇന്ന് അതിനേക്കാളും വലിയൊരു സ്പിരിച്വൽ ഗ്യാതറിംഗ് ആണ് ലോകത്ത് നടക്കുന്നത്. ലോകത്തുള്ള എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടി നെറ്റിയിൽ കരി പൂശി ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുന്നൊരു പുണ്യദിനമാണ്. ഫേസ്ബുക്കും ലൈക്കിനും മുമ്പ്, എക്സിനും ഹാഷ്ടാഗിനും മുമ്പ് സഭയിൽ ലെൻറ്റും ഹാഷ്ടാഗും ഉണ്ട്. ഹാഷ് ചാരം. എന്തിനാണ് നെറ്റി ചാരം പൂശുന്നത്? അതൊരു മാജിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു സാക്രമെൻ്റ് അല്ല. അത് സിംപ്ലി പറയുന്ന ഇത്രേ ഉള്ളൂ, സിൻസ് ആർ വേർത്ത്ലെസ്. വിലകെട്ടതാണ് പാപം. ജീവിതത്തിൽ വിലകെട്ടതാണ് പാപം എന്ന് ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ നെറ്റിയിലെ കരിപൂശലെന്ന് പറയാം. ഇന്നത്തെ കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ആമുഖത്തിലല്ല അനുതാപകർമ്മം നടക്കുന്നത്. സുവിശേഷം കഴിഞ്ഞിട്ടാണ് അനുതാപകർമ്മം. കരിപൂശൽ അനുതാപകർമ്മമാണ്. നമ്മളതൊരു അലങ്കാരമായിട്ടാണ് കാണുന്നത്. അത് അലങ്കാരമല്ല, അത് അനുതാപമാണ്. ഞാൻ പാപിയാണെന്നുള്ള ഏറ്റുപറച്ചിലാണ്. മധ്യനൂറ്റാണ്ടിലാണ് സഭയിൽ ഇങ്ങനൊരു കാര്യം തുടങ്ങുന്നത്. അന്ന് എല്ലാവരുടെ നെറ്റിയിൽ കരിപൂശില്ല. ബിഷപ്പ്മാർ അന്ന് പബ്ലിക് സിന്നേഴ്സിൻ്റെ നെറ്റിയിൽ മാത്രമാണ് കരിപൂശുന്നത്. വിഗ്രഹാരാധന, വ്യഭിചാരം, കൊലപാതകം ചെയ്ത പബ്ലിക് സിന്നേഴ്സിനെ, മോർട്ടൽ സിൻസ് ചെയ്ത ആൾക്കാരെ നെറ്റിയിൽ കരിപൂശിയിട്ട് പള്ളിക്ക് പുറത്ത് നിർത്തും. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മളെല്ലാവരും നെറ്റിയിൽ കരിപൂശാണ്. എന്തിനാണ്? ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയാൻ. നമ്മുടെ നെറ്റിയിൽ പൂശുന്ന കരിയുണ്ടല്ലോ, അത് അലങ്കാരം നൽകുന്നൊരു കുറിയല്ല, അത് നമ്മുടെ സൗന്ദര്യം കളയുന്ന കറയാണ്. മാമുദീസ വഴി നമുക്ക് ലഭിച്ചൊരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ സൗന്ദര്യത്തിൽ പറ്റുന്ന കറയാണ് പാപം. ആ പാപം നമ്മൾ ചാരം പോലെ കളയേണ്ട ഒന്നാണ്. ജീവിതത്തിനൊരു ഉപകാരം ചെയ്യാത്ത പാപങ്ങളെ പാടെ ഉപേക്ഷിക്കേണ്ട ഒരു കാലമാണ് ഈ നോമ്പുകാലം.